നീ എന്താ ഇവിടെ? എവിടെ കെട്ടിച്ചാണ്? ഈ കമ്മിറ്റി ഓഫീസിലോ? കഴിഞ്ഞല്ലേ? ഭർത്താവിന് എന്താ ജോലി? വർക്ക്ഷോപ്പിലാ. ചുമ്മാ ഒരു ഗ്രീസിന്റെ പണം. പക്ഷെ നീ ഒരു മേശിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അതെന്താ ചേട്ടാ? അതാകുമ്പോ നിനക്കും നല്ലോണം തേക്കാൻ അറിയാലോ. രണ്ടുപേർക്കും ഇറങ്ങാറുണ്ടല്ലോ സൈറ്റിലോട്ട്. ഇപ്പൊ വരാന്ന് പറഞ്ഞ് ചേട്ടൻ ബോംബെക്ക് പോയല്ലേ? ഇന്ന് വരും നാളെ വരും എത്ര നാളെന്ന് വെച്ച് ഞാൻ കാത്തിരിക്കാനാ? കാഞ്ചനമാലയെ പോലെ കാത്തിരിക്കുമെന്ന് ഞാൻ കരുതി. ഇതിനെ പോലെ ഏതെങ്കിലും വെള്ളത്തിൽ വീണ് ചത്തിട്ടുണ്ടാവുമെന്ന് ഞാനും കരുതി. എനിക്കൊരു കുഞ്ഞുണ്ടായ ആൺകുഞ്ഞാണെങ്കിൽ അവന് ചേട്ടന്റെ പേരിടണോന്നാ ഞാൻ വിചാരിച്ചിരുന്ന. അറിയോ എന്തിനടി വല്ലവനും കലോത്സവത്തിന് കിട്ടിയ ട്രോഫിയിൽ എന്റെ പേര് കുത്തി വെക്കുന്നത്? പറയല്ലേ ചേട്ടാ. പറഞ്ഞുണ്ടാക്കാനെ കൊണ്ട് പഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, പഴക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നീ പഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ അത് വീട്? ഒരു ക്ഷീണമൊക്കെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തോണ്ടെന്നല്ലേ അമ്മ ഇപ്പൊ പറഞ്ഞത്? അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്. എടി, കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞത്. കരിക്കണമല്ല. നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ? അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ? ആ പൊൻകുട വാങ്ങി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അല്ല മോളെ, നീ അതുപോലെ എനിക്ക് വയ്യ. അവിടെ കേൾക്കാം. ഞാൻ എനിക്ക് സഹിക്കാനുള്ള സാധ്യതയില്ല. അതൊക്കെ വിടും. എനിക്കൊരു ലോണിന് അനുവദിക്കണം അങ്ങോട്ട്. ഏത് ലോണാ വേണ്ട? അതായത് വീട് വെക്കാൻ ഒരു ലോൺ തരണം. പിന്നെ ലോൺ എടുക്കുന്നവരെല്ലാം വഴി കളഞ്ഞിട്ട് പോകണം. അവര് വീട്ടിൽ കൊണ്ടുപോകില്ലേ? വീട് വെക്കാനല്ല, വീട് വെക്കാൻ എനിക്കൊരു ലോൺ അനുവദിച്ച് തരണം. അതാ പറഞ്ഞത്. ഇപ്പൊ ലീനയ്ക്ക് വീടില്ലയോ? ചെറിയൊരു വീടുണ്ട്. പക്ഷെ എന്റെ നാത്തും കാര്യം അവിടെ 2 നില വീട് വെച്ചു. അപ്പൊ ആ ലെവൽ എനിക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു ലോൺ തരണം. ആണല്ലേ? വീട് വെക്കാനേ എന്റെ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കൂ. അസൂയക്കും കുശുമ്പിനും ലോൺ കൊടുക്കുന്ന പരിപാടി നമുക്കില്ല. എന്തെങ്കിലും ഒരു അന്നത് വേണ്ട വല്ല കച്ചവടം തുടങ്ങാൻ എന്തെങ്കിലും ഒരു നമുക്ക് മുദ്രയുടെ ലോൺ നോക്കിയാലോ? ഉണ്ടോ? മുദ്രയ്ക്ക് ലോൺ ആരും പറഞ്ഞറിഞ്ഞില്ലേ? എനിക്കറിയാത്. പതാക, തൃപ്പതാക, അർത്ഥപതാക, കത്തിരിമുഖ, കടകാമുഖം, 50,000. എന്താ സംഭവം? മുദ്ര. ഈ മുദ്രയ്ക്ക് ലോണോ? അതെ, ഈ നമ്മളെ ഈ തൂത്തുവാരുന്ന വേസ്റ്റല്ല ഇവിടെ തന്നെ ഇടുന്ന. അത് ഞാൻ ഇതിലാക്കിയിട്ട് അങ്ങ് പുറകിൽ ഒരു കുഴിയുണ്ട്, അവിടെ കൊണ്ട് കളയും. അവിടെ തന്നെ ഒരു കവറിലാക്കി ഇത് കളഞ്ഞേക്കണം ഈ മുദ്ര ലോൺ. എന്താ സാധനം? അത് കത്തിക്കാൻ നിൽക്കരുത്. എന്താ? അത് കത്തൂല. വെറുതെ ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിലാ. വനജയ്ക്ക് എത്ര സെന്റ് ഉണ്ട്? സാറേ, എന്റെ ഭർത്താവ് ഗൾഫിലാന്നൊക്കെയുള്ള. എനിക്ക് സെന്റ് ഒന്നുമില്ല സാറേ. ഞാൻ കുളി കഴിയുമ്പോ ഇത്തിരി പൗഡർ ഇടും, അതും ചൂടുപോരി പൊങ്ങാതിരിക്കാൻ വേണ്ടിട്ട്. അടിപൊളി. ഞാൻ എന്ത് ചോദിക്കുന്നു, ഇവരെന്ത് പറയും? എന്റെ സാബു, നീ കേസ് ജയിക്കണോ? നീ മിണ്ടാതിരുന്നാ അതിന് മാത്രം മണ്ടത്തിൽ ഈ പെണ്ണുമുള്ള പറയുന്നുണ്ട്. പെർഫ്യൂം ഉണ്ടോന്നാണോ ഞാൻ ചോദിച്ചത്? സാറെന്ത് ഉദ്ദേശിച്ചേ? നിങ്ങളുടെ പേരിൽ എത്ര സെന്റ് വസ്തു സ്ഥലം അതുണ്ടോന്നാ ചോദിച്ചത്? സ്ഥലം ഉണ്ടോന്നോ? അതൊരു 20 ചില്ലാനോ വരും സാറേ.